ഹായ് എല്ലാവർക്കും ഹാപ്പി ഈസ്റ്റർ. പിന്നെ എല്ലാവരും കുർബാനയ്ക്കൊക്കെ പോയോ? ഞങ്ങൾ പാതിര കുർബാനയ്ക്കാണ് കേട്ടോ പോയത്. പാതിര കുർബാനയൊക്കെ കഴിഞ്ഞ് വന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. വെള്ളയപ്പം ചിക്കൻ കറി ആയിരുന്നു. വെള്ളയപ്പം ഇന്നലെ തന്നെ നമ്മൾ മാവ് റെഡിയാക്കി വെച്ചുകൊണ്ട് രാവിലെ തന്നെ അത് ചുട്ടെടുത്തു. പിന്നെ ചിക്കൻ റോസ്റ്റ് നമ്മൾ റെഡിയാക്കി തലേദിവസം വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ വേഗം ഫുഡിങ്ങൊക്കെ കഴിഞ്ഞ് ഉച്ചയ്ക്കുള്ള പരിപാടികൾ നോക്കുകയാണ് കേട്ടോ. വേറെ ഒന്നല്ല, ബിരിയാണി വെക്കുകയാണ്. ബാക്കിയെല്ലാം ഇന്നലെ തന്നെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ബിരിയാണിക്കുള്ള കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ അതേ ഓരോന്നോരോന്നായിട്ട് സെറ്റ് ആയിക്കൊണ്ടിരിക്കുന്നു. നമുക്ക് മെനുവിലുണ്ടായിരുന്നത് ചിക്കൻ റോസ്റ്റ്, ബീഫ് ഫ്രൈ, അതുപോലെ സർലാസ്, അച്ചാറ്, മുട്ട പുഴുങ്ങിയത്, പിന്നെ ബിരിയാണി ആയിരുന്നു കേട്ടോ. പിന്നെ നമ്മുടെ മെനുവിൽ ഇല്ലാത്തൊരു കാര്യമായിരുന്നു കട്ട്ലേറ്റ്. പിന്നെ അമ്മച്ചിക്ക് പല്ലുവേന ആയതുകൊണ്ട് ആ ഇരിക്കുന്ന ബീഫ് ഫ്രൈന്ന് കുറച്ചെടുത്ത് നമ്മളതൊരു കട്ട്ലേറ്റ് ആയിട്ട് സെറ്റാക്കി എടുത്തു. പിന്നെ അതേ ആദുട്ടൻ്റെ ഫുഡ് കഴിക്കാൻ ഇരിക്കുകയാണ്. എത്ര പറഞ്ഞിട്ടും കുട്ടി ഡൈനിങ് ടേബിളിൽ ഇരിക്കുന്നില്ല. അവന്റെ കുത്താല് കണ്ട് തന്നെ ഫുഡ് കഴിക്കണം. അപ്പൊ പിന്നെ അവിടെ അവന് ഇലയിട്ട് കൊടുത്തു. അവന്റെ അവിടെ ഇരുന്ന് കഴിക്കുന്നുണ്ട്. അവന്റെ കാർട്ടൂണിലെ ഈ ഒരു ക്യാരക്ടറിനെ വിളിക്കണതാണ് കേട്ടോ കുത്താലുന്ന്. അങ്ങനെ അവന്റെ അവിടെ കഴിക്കുന്നുണ്ട്. പിന്നെ അതേ ഞാനും അമ്മച്ചിയും കഴിക്കാനായിട്ട് ഇരിക്കുകയാണ്. ഞങ്ങളതേ ഓരോന്നോരോന്നായിട്ട് വിളമ്പിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ പറയാതിരിക്കാൻ വയ്യ, നല്ല ടേസ്റ്റുള്ള ബിരിയാണി ആയിരുന്നു. എന്താണെന്ന് അറിയില്ല, ഞാൻ വെച്ചതാണ്ടോണെന്ന് അറിയില്ല, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ ഇന്നത്തെ ബിരിയാണിയിൽ കുറച്ച് പാലൊക്കെ ഒഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് നല്ല മയമുള്ള റൈസ് ആയിരുന്നു. പിന്നെ ബ്രാഹ്മിൻസിന്റെ എന്താ പറയാ അരിയാണ് കേട്ടോ നമ്മളിവിടെ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. നല്ല അരിയാണ്, ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടം ജീരകശാല റൈസ് ഉപയോഗിച്ചിട്ട് അങ്ങനെ ബിരിയാണി വെക്കാനായിട്ട്. നല്ല കുഞ്ഞ റൈസ് അല്ലേ, അപ്പൊ അതുകൊണ്ട് നല്ല രീതിയിൽ കഴിക്കാൻ പറ്റും. അങ്ങനെ ഞങ്ങളിത് ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. നല്ല രീതിയിൽ ആസ്വദിച്ച് നല്ല വയറ് പൊട്ടണ രീതിയിൽ കഴിച്ചിട്ടുണ്ട്. അപ്പൊ ദേ ആദുട്ടൻ ദേ കഴിച്ചത് ഇലയിലേക്ക് മൂക്കുത്തി വീണു. എന്തുകൊണ്ടാണെന്നറിയോ? ആൾക്ക് നല്ല ഉറക്കം വരുന്നുണ്ടെന്നല്ല. പാതിര കുർബാനയ്ക്ക് പോയിട്ട് അവന്റെ ഉറക്കമൊന്നും ശരിയായിട്ടില്ല. അപ്പൊ ദേ ഇനി ഇവനെ ഉറക്കി ഞങ്ങൾക്കും കുറച്ചു നേരം കിടക്കണം. അത് കഴിഞ്ഞിട്ട് വേണം വീട്ടിലോട്ട് പോവാൻ.